എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, കർക്കിടക വാവ് എല്ലാവർക്കും വളരെ പ്രധാനമായിട്ടൊരു ദിവസമാണ്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത്. ഈ വാവിന് പിതൃക്കൾക്ക് പോലും വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. എന്തെന്നാൽ 6 മാസം ദക്ഷിണായനവും 6 മാസം ഉത്തരായനവും എന്നാണ് പറയപ്പെടുന്നത്. ആ ദക്ഷിണായന കാലം എന്ന് പറയപ്പെടുന്ന ഭാഗമാണ് ഈ പിതൃക്കളുടെ പകൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ പിതൃക്കളുടെ പകലത്തെ ആദ്യമായിട്ട് അവർക്ക് കിട്ടുന്ന നിവേദ്യം ആണ് കർക്കടക വാവിൻ്റെ അന്ന് ലഭിക്കുന്നത്. അപ്പോൾ ആ നിവേദ്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെ അതിന് വളരെയേറെ പ്രാധാന്യം പിതൃക്കൾ കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെതായ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കേരളക്കരയിലുള്ള എല്ലാ ഹിന്ദു മലയാളി കുടുംബാംഗങ്ങളും അന്നേ ദിവസം സമയം കണ്ടെത്തി ബലികർമ്മത്തിന് തയ്യാറാകുന്നു. പക്ഷെ നമ്മൾ ബലികർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുന്നത്? നിരവധി ക്ഷേത്രങ്ങൾ അന്വേഷിച്ച് പോകും. ചില ആൾക്കാർ തിരുവല്ലത്തേക്ക് പോകും, ആലുവയിലേക്ക് പോകും, തിരുനെല്ലിയിലേക്ക് പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുന്ന ശിവക്ഷേത്രമോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമോ നോക്കിയിട്ട് ആൾക്കാർ മുൻകൂട്ടി പോയി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കും. അതിനുശേഷം പുലർച്ചെ തന്നെ പോയി, ചില സ്ഥലത്ത് ടോക്കൺ ഉണ്ടാവും, ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പുലർച്ചെ പോയിട്ട് കർമ്മത്തിന് നിന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ ഉച്ച കഴിഞ്ഞാലാണ് അവർക്ക് കർമ്മം പോലും ചെയ്യാൻ പറ്റുക. ഭക്ഷണം പോലും കഴിക്കാതെ വേണം ഈ കാര്യം ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ പേർക്ക് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെ എന്ന് വെച്ചാൽ പ്രായമുണ്ട്, രോഗമുണ്ട്, യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എനിക്ക് ഈ കർമ്മം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ ലളിതമായിട്ട് സ്വന്തം ഭവനത്തിൽ വെച്ച് തന്നെ ഈ പുണ്യകർമ്മം ചെയ്യാവുന്നതാണ്. യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കർമ്മം ചെയ്യാൻ വേണ്ടി, പുണ്യകർമ്മമായിട്ടുള്ള ഈ പിതൃകർമ്മം ചെയ്യാൻ വേണ്ടി ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്വന്തം വീടാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു കാര്യം തന്നെ പറയാറുണ്ട്, ഇല്ലം വല്ലം നെല്ലി എന്ന് വെച്ചാൽ ഏറ്റവും പ്രാധാന്യം ഇല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനം. അതല്ലെങ്കിൽ തിരുവല്ലം, ഇതാണ് വല്ലം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നെല്ലി എന്നത് തിരുനെല്ലി എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനുശേഷമേ മറ്റെന്തുമുള്ളൂ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1-ാം സ്ഥാനം പരിഗണിക്കുന്ന നമ്മുടെ ഇല്ലമാകുന്ന വീട്ടിൽ വെച്ച് ചെയ്യുന്നതല്ലേ ഉത്തമം? യാത്ര ചെയ്യേണ്ടതില്ല, അതുപോലെ തന്നെ ക്യൂ നിൽക്കേണ്ടതില്ല, ദുരിതം അനുഭവിക്കേണ്ടതില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നമ്മൾക്ക് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പോഴാണ് നമുക്കൊരു സംശയം വരിക, വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾക്കിതിൻ്റെ മന്ത്രം അറിയില്ലല്ലോ, അതിനൊരു പൂജാരി ഇല്ലല്ലോ, പിന്നെ വീട്ടിൽ എന്തൊക്കെയാണ് തയ്യാറാക്കേണ്ടത് നമുക്കറിയില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മുടേതായ യുക്തിക്കും അതുപോലെ തന്നെ തൃപ്തിക്കും അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പാളിച്ച പോലും ഇല്ലാത്ത വിധത്തിൽ. പിന്നെ മന്ത്രമില്ല, പൂജാരി ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ മന്ത്രം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന, മനനേന ത്രായതേ ഇത് മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ആ കാര്യം, മന്ത്രപരമായ കാര്യം നമ്മൾ മനസ്സിലൂടെ പ്രാർത്ഥന നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? കൃത്യമായിട്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് ഈ കർമ്മം എന്നർത്ഥം. അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ എന്തായാലും ഈ കർമ്മം ചെയ്യാനുള്ള താല്പര്യമാണ്. അപ്പോൾ ഈ താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ ശ്രദ്ധയോടു കൂടി ഭക്തിയോടു കൂടി വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഒരു കർമ്മം ചെയ്യുന്ന അവസരത്തിൽ അവർ ചിലപ്പോൾ വീട്ടിൽ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും, വിദേശത്തായിരിക്കും, ഗൾഫിലായിരിക്കും, ബോംബെയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും. അവിടെ ക്ഷേത്രം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ജലാശയം ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലാറ്റിൽ വെച്ചിട്ടായാലും ഈ കർമ്മം ചെയ്യാം. ഇനി ലോഡ്ജിലാണ് നമ്മളുതല്ലേ, അവിടെ വെച്ച് നമുക്ക് ചെയ്യാം. എവിടെയാണോ നമ്മളുള്ളത് അവിടെ വെച്ച് നമുക്ക് ഉള്ള സാധനം ഉപയോഗിച്ച് തൃപ്തികരമായിട്ട് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശ്രീരാമചന്ദ്രൻ
വനത്തിലൂടെ യാത്രയ്ക്കിടയിലാണ് പഞ്ചവടിയിൽ വെച്ചിട്ട് നമ്മുടെ ജടായു കൊല്ലപ്പെടുന്നത്. ആ ജടായുവിന് വേണ്ടിയിട്ട് ആ ബലികർമ്മം ചെയ്യുന്ന അവസരത്തിൽ മാംസഖണ്ഡങ്ങൾ വെച്ചിട്ടാണ് അവിടെ ചെയ്തത്. എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടാനില്ല, വനമാണ്. അപ്പോൾ എന്താണോ കിട്ടിയത് അത് വെച്ചുകൊണ്ട് ചെയ്തു. അങ്ങനെ ജടായുവിന് തൃപ്തിയായി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ഉള്ളത് എന്താണോ അത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയാറില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃപ്തമായ നമ്മുടെ ശുദ്ധമായ മനസ്സോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ തൃപ്തിയാകും എന്നർത്ഥം. അപ്പോഴെന്താണ്, നമ്മൾക്ക് ഈ ഒരു കർമ്മം നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തലേ ദിവസം നമ്മൾ ഒരിക്കൽ എടുക്കണം. ഈ ബലികർമ്മം ചെയ്യുന്ന ആൾക്കാർ തലേ ദിവസം തന്നെ ഒരിക്കൽ എടുക്കണം എന്ന് വെച്ചാൽ ഒരു നേരം ഭക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നേരം അരി ഭക്ഷണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ഓർക്കണം, ഒരു നേരം ഭക്ഷണം. അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മളൊക്കെ കേട്ടത് ഒരു നേരം അരി ഭക്ഷണം എന്നല്ലേ. അല്ല, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം ബോംബെയിൽ താമസിക്കുന്ന ആൾക്കും ഗൾഫിൽ താമസിക്കുന്ന ആൾക്കാർക്കും മറ്റു പല സ്ഥലത്തുള്ള ആൾക്കാർക്കൊക്കെ ഈ കർമ്മം ചെയ്യുമ്പോൾ അവർ ഗോതമ്പ് മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അവരെപ്പോഴും ഒരിക്കലല്ലേ. അങ്ങനെയല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായിരിക്കും ഗോതമ്പാവാം അരിയാവാം, പക്ഷെ ഒരു നേരം കഴിക്കുക. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. അതിന് കൃത്യമായി ഒരു സമയമുണ്ട്. ആ സമയത്ത് ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം. അപ്പോൾ ഈ ഒരു വർഷം എന്ന് വെച്ചാൽ 2025 എപ്പോഴാണ് ഈ കർക്കടക വാവ് ബലി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് 2025 ജൂലൈ മാസം 23-ാം തീയതി പുലർച്ചെയാണ് ഈ പറയുന്ന കർക്കടകത്തിലെ വാവ് ആരംഭിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആരംഭിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 23-ാം തീയതി പുലർച്ചെ 3 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ഉണ്ടാകുമ്പോൾ വാവ് ആരംഭിച്ചു. നമ്മൾ കർമ്മം ചെയ്തത് എപ്പോഴാണോ നോക്കേണ്ടത്. കർമ്മം ചെയ്യുന്നത് പിറ്റേ ദിവസം 24-ാം തീയതി. കാരണം 23-നാണ് നമ്മൾ ഒരിക്കൽ എടുക്കേണ്ടത്. 24-ാം തീയതി അസ്തമയത്തിന് ശേഷം എന്ന് വെച്ചാൽ രാത്രി 12:30 വരെ ഈ പറയുന്ന വാവിൻ്റെ സമയമാണ്. എന്ന് വെച്ചാൽ 23-ന് പുലർച്ചെ തുടങ്ങിയിട്ട് 24-ാം തീയതി രാത്രി 12:30 വരെ ഈ വാവിൻ്റെ സമയമാണെന്ന് അർത്ഥം. അപ്പോൾ കർമ്മം ചെയ്യേണ്ടത് 23-ാം തീയതി രാത്രി കഴിഞ്ഞ് പുലർച്ചെയാകുന്ന സമയം, അല്ലെങ്കിൽ 24-ാം തീയതി പുലർച്ചെ. 24-ാം തീയതി സൂര്യൻ ഉദിച്ചു വരുന്ന സമയമുണ്ടല്ലോ, അങ്ങനെ ആ പുലർച്ചെ ആയിട്ടുള്ള സമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 9 മണിക്ക് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഉത്തമം, ഏറ്റവും നല്ല സമയമാണ്. എന്നാലും ആ ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ പരമാവധി നമ്മൾ രാവിലെ 24-ാം തീയതി രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയും, അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി തയ്യാറാക്കി വെക്കണം. എന്നിട്ടോ ഇതിൽ ചിലത് കിട്ടിയിട്ടില്ല എങ്കിൽ അത് സാരില്ല. കാരണം ഞാൻ പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നർത്ഥം. നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നിരിക്കട്ടെ, വീട്ടിൽ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീടിൻ്റെ വെളിയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേണ്ട വെച്ചാൽ അവിടെ ഒരു ചാണകമൊക്കെ മെഴുകി ഒരു സ്ഥലം തയ്യാറാക്കുന്നത് ഉത്തമമാണ്. ഒരു വീട്ടുകാരല്ല, ഒരു 4-5 വീട്ടുകാർ ഒന്നിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരു കുടുംബക്കാർ ഒന്നടങ്കം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യാൻ സ്ഥലം കിട്ടിയതുമില്ല. അതുകൊണ്ടാണ് വെളിയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ചാണകമൊക്കെ മെഴുകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്പം ചാണക വെള്ളം ഒന്ന് കുടഞ്ഞ് ശുദ്ധി വരുത്തുന്നത് നന്നായിരിക്കും എന്നർത്ഥം. പിന്നെ വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ദർഭ വേണം. അപ്പോൾ ഈ ദർഭ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് ദർഭ കിട്ടണമെന്നില്ല. അപ്പോൾ ദർഭ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമമൊന്നുമില്ല. അതുപോലെ കറുക കിട്ടെങ്കിൽ അത് സംഘടിപ്പിക്കാം. കറുകയുമില്ല, വിഷമിക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടത് വെച്ചാൽ ഒരു നാക്കില വേണം, വാഴയില. ഇനി നാക്കില കിട്ടുന്നില്ലെങ്കിലും വിഷമമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഉത്തമം. ദർഭ കിട്ടുമെങ്കിൽ ഉത്തമം. ഒരു നാക്കില നമുക്ക് വേണം. ഇനി നാക്കിലയും ഇല്ല, ദർഭയുമില്ല, അങ്ങനെയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്ലേറ്റ് എടുത്താലും മതിയാകും. കിണ്ടി വേണം, കിണ്ടിയിൽ വെള്ളം വേണം. പിന്നെന്ത് വേണം? പിന്നെ നമുക്ക് ഇനിയിപ്പോൾ കിണ്ടി ഇല്ലാന്നിരിക്കട്ടെ, കിണ്ടി ഇല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുക,
അല്ലെങ്കിൽ നമ്മൾ ഈ മൊന്ത എന്നൊക്കെ പറയുന്നുണ്ട്, മൊന്ത, മുരട എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആയാലും വിഷയമൊന്നുമില്ല. പിന്നെ അല്പം ചന്ദനം വേണം. അത് ചന്ദനം ഒരു പാത്രത്തിൽ അല്പം വെള്ളത്തിൽ ചാലിച്ച് അവിടെ വെക്കണം. പിന്നെ കൂടാതെ പച്ചരി വേണം. അല്ല, പച്ചരി ഇല്ലെങ്കിൽ ഉണങ്ങലരിയാണ് ഉത്തമം. ഉണങ്ങലരി എടുക്കുക, അല്ലെങ്കിൽ പച്ചരി എടുക്കുക. ഇനി പച്ചരി ഇല്ലാന്ന് വെച്ചിട്ട് വിഷമിക്കുന്നുമല്ലോ കേട്ടോ. അപ്പോൾ ഇതെടുക്കുക. പിന്നെ എള്ള് വേണം. എള്ളിൻ്റെ പ്രത്യേകത വെച്ചാൽ യമധർമ്മന് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് തിലം എന്ന് പറയുന്ന സാധനം. ഇത് കൂടാതെ പൂക്കൾ വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ചെറുള എന്ന് പറയുന്ന സാധനമാണ് ഈ കർമ്മം ചെയ്യാൻ ഉത്തമം. ഇനി ചെറുള ഇല്ലെങ്കിൽ എരിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇത് രണ്ടുമില്ലാതിരിക്കട്ടെ, പിന്നെ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, പുഷ്പമായിട്ട് കിട്ടുന്നത്, അത് എന്ത് ഉപയോഗിച്ചാലും ദോഷമൊന്നുമില്ല. പറ്റുമെങ്കിൽ ചെറുളയോ എരുക്കോ ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. ഇനി അതൊന്നുമില്ലെങ്കിൽ തുളസി ആയാലും വിഷയമില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൂക്കളായിട്ട് എടുത്താലും പ്രശ്നമില്ല എന്നർത്ഥം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് പ്രധാനമായിട്ടുള്ള കവ്യം എന്ന് പറയുന്ന വസ്തു ഉണ്ടാക്കല. ഇതെല്ലാം കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. കവ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ചിന്തിക്കുക എന്താണെന്ന് അറിയണമെന്നില്ല. നമുക്കറിയാം, ഈശ്വരീയമായ കർമ്മത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഹവ്യം എന്ന് പറയുന്നത്. ഭഗവാന്റെ നിവേദ്യത്തിനെയാണ് ഹവ്യം എന്ന് പറയുക. എന്നാൽ പിതൃക്കളുടെ നിവേദ്യത്തിനെ പറയുന്നത് കവ്യം എന്നാണ്. ദേവന്മാരുടെ നിവേദ്യമായിട്ടുള്ള ഹവ്യം തയ്യാറാക്കുന്നത് വെച്ചാൽ നമ്മൾ അരി എടുത്ത് അത് നമ്മൾ ചോറ് വെക്കും പോലെ വെച്ചിട്ട് ആ വെള്ളം മുഴുവൻ വറ്റിച്ചിട്ട് വേണം എന്തുണ്ടാക്കാൻ, ദേവന് കൊടുക്കുന്ന ഹവ്യം തയ്യാറാക്കാൻ. എന്നാൽ പിതൃക്കൾക്കുള്ള കവ്യം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കുന്നത് അതേപോലെ ചോറ് വേവിച്ചതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ സാധനമാണ് നമ്മളിവിടെ കവ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര പേരാണോ ഈ പറയുന്ന ബലിയിടാൻ തയ്യാറായി നിൽക്കുന്നത് അതിനനുസരിച്ച് ഈ ചോറെടുത്തിട്ട് നമ്മൾ ഉരുളയാക്കി വെക്കണം. അതിന് കൂട്ടത്തിൽ അല്പം എള്ളും കൂടി ചേർത്തിട്ട്, തിലം കൂടി ചേർത്തിട്ട് വേണം ഉരുളയാക്കി വെക്കാൻ എന്നർത്ഥം. അപ്പോൾ ഇത്രയും വസ്തുക്കൾ നമുക്ക് എന്ത് വേണം, ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ വേണം. അപ്പോൾ കർമ്മം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എല്ലാ സാധന സാമഗ്രികളും ഒരുക്കി വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് വേണം, ഈ കർമ്മം ചെയ്യാൻ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം വരാൻ എന്നർത്ഥം. ഇനി കുളിച്ച് ഈറനോടെ വരാൻ പറ്റുമെങ്കിൽ ഉത്തമം. ഇനി ഇല്ല എങ്കിൽ നമ്മൾ കുളിച്ചു കുറച്ച് ദൂരത്ത് കൊണ്ടേയാണ്, അങ്ങനെ കുളിച്ചിട്ട് പരമാവധി ഈറനോടെ പറ്റും. ഇപ്പോൾ ഫ്ലാറ്റിലാണെങ്കിൽ ആവില്ല. അപ്പോൾ കുളി കഴിഞ്ഞ് നമ്മളെ തോർത്ത് കൊടുത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ പുതുവസ്ത്രം, നല്ല വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം ധരിച്ചിട്ട് ചെയ്താലും ദോഷമൊന്നുമില്ല കേട്ടോ. നല്ല വസ്ത്രം ധരിച്ചിട്ട് നമുക്ക് ചെയ്യാം എന്നർത്ഥം. അപ്പോൾ എന്താണോ നിങ്ങളുടെ സൗകര്യം അതിനനുസരിച്ച് വേണം ചെയ്യാൻ. എന്നിട്ടോ നമ്മൾ കർമ്മം ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായിട്ടും തെക്കോട്ട് തിരിഞ്ഞു നിന്ന് മാത്രമേ കർമ്മം ചെയ്യാവൂ. പല ആചാര്യന്മാർ പറയും സ്ത്രീകൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കണം, പുരുഷന്മാർ തെക്കോട്ട് നിന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം തെക്കിൻ്റെ അധിപൻ ആരാ? യമന. തെക്ക് ഭാഗത്താണ് പിതൃലോകം എന്ന് പറയുന്നത്. അപ്പോൾ പിതൃലോകത്തിൻ്റെ ആ ഭാഗത്തേക്കെല്ലാം നോക്കിയിരിക്കേണ്ടത്. പിന്നെ കിഴക്കോട്ട് നോക്കിയെന്നതിൽ കിഴക്കോട്ട് ദേവന്മാരുടെ സ്ഥാനമാണ്. അപ്പോൾ അവിടെ നോക്കിയിട്ട് സ്ത്രീകൾ ചെയ്യണം എന്നൊക്കെ ചെറിയ ആൾക്കാർ പറയാറുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണം, ഈ തെക്കോട്ടേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ വേണം കർമ്മം ചെയ്യാൻ വേണ്ടി. ഈ തെക്കോട്ടേക്ക് നോക്കി ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇടത് മുട്ട് നിലത്ത് കുത്തി വേണം ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മുട്ടുകുത്തി ഇരിക്കാൻ വയ്യ, കുറേ സമയം ഇരിക്കേണ്ട, അല്ലാതെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു തുണി വിരിച്ചിട്ടോ പായ വിരിച്ചിട്ടോ ഷീറ്റ് വിരിച്ചിട്ടോ അവിടെ ഇരിക്കാം, പടിഞ്ഞിരിക്കാം. പടിഞ്ഞിരിക്കുന്ന സമയത്ത് ചമ്രം പടിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കുറച്ച് സമയം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുക, സുഖാസനത്തിലിരിക്കാൻ പറ്റുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കുക എങ്ങനെയാണോ. ഇനിയല്ല ഒരു പലക വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പലക വെച്ചിട്ടിരിക്കുക. കാരണം കുറച്ച് സമയം നമ്മൾക്ക് ഇരിക്കേണ്ടതാണ്, അതുകൊണ്ട് അതിനനുസരിച്ചിരിക്കുക. ഇനി എനിക്ക് മുട്ടുമടങ്ങില്ല, നടുവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കസേര വെച്ച് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് മുന്നിൽ ഈ പിണ്ടം തയ്യാറാക്കുന്ന ഇതുണ്ടല്ലോ, അതെന്ത് വേണം, നമ്മൾ ഒരു ടീപ്പോയോ അല്ലെങ്കിൽ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ചെറിയൊരു മേശ, നമ്മുടെ ഈ മുട്ടിൻ്റെ ഉയരത്തിലുള്ള ഒരു മേശ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നർത്ഥം. ഇനി നമ്മൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർമ്മം ചെയ്യാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നിലവിളക്ക് വേണം. ഈ നിലവിളക്ക് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ തിരിയിടുമ്പോൾ 2 ദിശയിലേക്കായിട്ടാണ് തിരിയിടേണ്ടത്. ഒന്ന് തെക്കോട്ടേക്ക്. എന്താ തെക്കിൻ്റെ പ്രത്യേകത?
തെക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ യമൻ്റെ സ്ഥാനമാണ്, പിതൃലോകമാണ്, പിതൃക്കൾക്ക് വേണ്ടിയാണ് ഒരു തിരിയിടുന്നത്. മാത്രവുമല്ല നമ്മൾ പിണ്ടം വെച്ച് തയ്യാറാക്കുന്നത് എവിടെയാ? തൊട്ട് മുമ്പിലാണ്, തെക്കോട്ടേക്കാണ്. നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ പിണ്ടത്തിൻ്റെ അടുത്തേക്ക് ആര് വരും? നമ്മുടെ പിതൃക്കൾ വരും. അപ്പോൾ ആ പിതൃക്കളെയും കൂടി സങ്കല്പിച്ചും കൊണ്ടാണ് തിരി ഒന്ന് അങ്ങോട്ട് ഇടുന്നത്. മറ്റൊരു തിരി നമ്മുടെ നേർക്ക്. കാരണം എന്താ? നമ്മൾ ആ പിതൃക്കളെ പ്രീതിപ്പെടുത്താൻ വന്നിട്ടുള്ള ആളായതുകൊണ്ട് ഒരു തിരി നമ്മുടെ നേർക്കും ഒരു തിരി ആ പിണ്ടത്തിന് നേർക്കും. ഒന്ന് തെക്കും ഒന്ന് വടക്കും വേണം എന്നർത്ഥം. ഇനി എന്താ വേണ്ടതെന്നറിയോ? നമ്മൾ നാക്കിലെ എടുക്കാം. ആ നാക്കില നമ്മൾ അവിടെ വെച്ചു. എവിടെ? ഈ വിളക്കിൻ്റെ മുന്നിൽ വെച്ചു. ഈ വിളക്കിൻ്റെ മുന്നിൽ വെച്ചതിന് ശേഷം ഈ നാക്കിലയുടെ ആ നാക്കിൻ്റെ ഭാഗം തെക്കോട്ട് വരും വിധത്തിൽ വേണം വെക്കാൻ. ഇനി നാക്കില ഇല്ല എന്നിരിക്കട്ടെ, നമുക്ക് എല്ലാ സ്ഥലത്തൊന്നും വാഴയില കിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ദർഭ ഉണ്ടാവുമല്ലോ, ദർഭപ്പുല്ല്, അത് നമ്മൾ എടുത്തിട്ട് അല്പം ഒന്ന് വിരിക്കുക. ഒരു 10-12 എണ്ണം മതി, ഇത്ര എണ്ണമൊന്നും വേണമെന്നില്ല. അപ്പോൾ ഒരു 10-12 ആയിട്ട് നമ്മൾ മടങ്ങിലാണ് വിരിച്ചു. എന്നിട്ടോ ഇനിയല്ല, നാക്കിലയുള്ളവരാണെങ്കിലോ ഈ ദർഭ ആ നാക്കിലയുടെ മുകളിലാണ് വിരിക്കേണ്ടത്. ഈ അവസരത്തിൽ ഈ ദർഭയുടെ മൊന തെക്കോട്ട് വരും വിധത്തിൽ വേണം ഇത് വിരിക്കാൻ എന്നർത്ഥം. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു, നാക്കിലയില്ല എങ്കിൽ നമുക്ക് പ്ലേറ്റ് വെച്ചിട്ട് ആ പ്ലേറ്റിൻ്റെ മുകളിൽ ദർഭയിടാം. ഇനി ദർഭയില്ലെങ്കിൽ വെറും പ്ലേറ്റ് മാത്രം അവിടെ വെച്ചാൽ മതി എന്നർത്ഥം. ഇത്രയും കാര്യങ്ങളായിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് വേണം? ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എന്താണ്? ഒരു കിണ്ടിയിൽ നമ്മൾ വെള്ളം എടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞു കിണ്ടിയും വെള്ളം വേണമെന്ന്. ഇനി കിണ്ടിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ഗ്ലാസ്സിലാവാം, അതല്ലെങ്കിൽ കപ്പിലാവാം, മൊന്തയിലാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും പാത്രത്തിൽ നമ്മൾ വെള്ളമെടുത്ത് ആ വെള്ളത്തിൻ്റെ ഇത് നമ്മൾ ഇനിയിപ്പോൾ തീർത്ഥമാക്കാൻ പോവുകയാണ്. അപ്പോൾ തീർത്ഥമാക്കുന്നത് കൊണ്ട് എന്ത് വേണമെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞിട്ട് ചന്ദനം നമ്മൾ വെള്ളത്തിൽ കലക്കി വെക്കണമെന്ന്. ഇനി ചന്ദനം നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ചന്ദനമില്ലെങ്കിൽ കളഭമായാലും മതി. ഇനി ചന്ദനവും കളവും നമുക്കില്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി ആയാലും അവ നമ്മളൊന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഒരു അല്പം കണ്ടവാനാക്കരുത്, അല്പമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ പറയുന്ന ചന്ദനം, അതുപോലെ തന്നെ അല്പം പുഷ്പം, ഇതൊക്കെ എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ പറയുന്ന കിണ്ടിയിലുള്ള വെള്ളമുണ്ടല്ലോ, വെള്ളം അല്പം നമ്മുടെ ഉള്ളം കയ്യിലേക്ക് ഒഴിച്ച് ഈ കിണ്ടിയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ പിടിക്കണം, ചേർത്തിട്ട് ഈ അടിഭാഗം കൊണ്ട് ഈ കിണ്ടിയുടെ മുകൾ ഭാഗം അടച്ചു പിടിക്കണം എന്നർത്ഥം. എന്നിട്ട് നമ്മൾ നേരെ സപ്ത നദികളെ അങ്ങോട്ട് മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് ഓം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിയും കുരും എന്ന് മന്ത്രം അങ്ങോട്ട് ജപിക്കാം. അയ്യോ എനിക്ക് മന്ത്രം അറിയില്ല, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് മന്ത്രം അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഈ ഉള്ളം കൈയിലേക്ക് സപ്ത നദികളായിട്ടുള്ള ഗംഗയും യമുനയും സരസ്വതിയും ഒക്കെ വന്ന് ചേരുന്നതായി സങ്കല്പിക്കുക. അയ്യോ അതെല്ലാം ഞാൻ മറന്നുപോകും, ടെൻഷൻ അടിക്കണ്ട. സാക്ഷാൽ ഗംഗാ നദി നമ്മുടെ ഉള്ളം കൈയിൽ വരുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കാം. എന്നിട്ട് ആ കയ്യിലെ വെള്ളം എന്ത് വേണം? ആ കിണ്ടിക്കുള്ളിലേക്ക് ഒഴിക്കുക. എന്നിട്ടോ ഒരു ദർഭ എടുത്ത് അതിലേക്കൊന്ന് ഇളക്കാം. ദർഭയില്ല, ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോഴെന്ത് ചെയ്യുക? ഈ കിണ്ടിയുടെ വാലിലൂടെ അല്പം വെള്ളം നമ്മുടെ ഉള്ളം കയ്യിലേക്ക് ഒഴിച്ച് വീണ്ടും അതിലേക്ക് ഒഴിക്കുക. വീണ്ടും എടുത്ത് അങ്ങനെ 3 തവണ വാലിലൂടെ വെള്ളം എടുക്കുക, ഉള്ളം കയ്യിലേക്ക് എടുക്കുക, വീണ്ടും അതിലേക്ക് ഒഴിക്കുക. ഇപ്പോൾ എന്തായി? ഇത് തീർത്ഥമായി. ഇനി എന്ത് വേണം? ഇനി ഈ ഒരു ദർഭയുള്ള ആൾക്കാരാണെങ്കിൽ ദർഭ എടുത്തിട്ട് ഈ മുന്നിൽ ഇലയിൽ ദർഭയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അവിടേക്കൊന്ന് തളിക്കുക. ഇനി ദർഭയില്ലെങ്കിൽ നിങ്ങളുടെ അതിലെന്താണോ പുഷ്പമുള്ളത് ആ പുഷ്പം എടുത്തിട്ട്, ഇല്ലെങ്കിൽ കറുകയെടുത്തിട്ട് കറുകയെ കൊണ്ട് വേണം നിങ്ങൾക്ക് ഇതവിടെ തളിക്കാം എന്നർത്ഥം. അവിടെ അത് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കർമ്മം ചെയ്തതിന് മുമ്പായിട്ട് ആദ്യം നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആദ്യം ഈ ഒരു കർമ്മം തടസ്സമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാക്ഷാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം. ഗണപതി ഭഗവാന്റെ ശ്ലോകങ്ങളോ സ്തോത്രങ്ങളോ എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതങ്ങോട്ട് പ്രാർത്ഥിക്കും. ഇനി അത് അറിയില്ല എങ്കിൽ നമ്മൾ ഗണപതി ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ ഓം ഗം ഗണപതേ നമ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എന്തൊക്കെയുണ്ട്?
ഓം ഗജാനനം ഭൂതഗണാതി സേവിതെന്നോ ഏകദന്തം മഹാകായം എന്തെങ്കിലും ഒരു ശ്ലോകം ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാൻ. അറിയാത്ത ആൾ ചൊല്ലണമെന്നില്ല കേട്ടോ. ഭഗവാന്റെ ആ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഇത് തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണേ എന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റൊരാളെയും കൂടി പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ? കുടുംബദേവതയെ. അത് പ്രത്യേകം മറന്നുപോകാതെ ചെയ്യേണ്ട കുടുംബദേവത. കാരണം വെച്ചാൽ നമ്മുടെ കുടുംബത്തുമായി ബന്ധപ്പെട്ട സർവ്വചരാചരങ്ങൾക്കുമാണ് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ കുടുംബദേവതയുടെ അനുഗ്രഹം കൂടി വേണം. അപ്പോൾ കുടുംബദേവതയെ പ്രാർത്ഥിച്ച് പറയും, ഞങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കർമ്മം ചെയ്യുകയാണ്, അപ്പോൾ അതിന് എല്ലാവിധത്തിലുള്ള സഹായവും ചെയ്തു തരണേ, അനുഗ്രഹവും ചെയ്തു തരണേ എന്നുള്ള പ്രാർത്ഥന. ഇനി നമ്മുടെ ഗ്രാമത്തിലുള്ള ദേവതയെ. ഗ്രാമത്തിൽ കൃഷ്ണക്ഷേത്രമാവാം, ശിവക്ഷേത്രമാകാം, സുബ്രഹ്മണ്യനാവാം, ഗണപതി ആവാം, എന്തോ ആവട്ടെ, നമ്മൾ നിത്യേന പോയി തൊഴുന്ന നമ്മുടെ വീടിനടുത്തുള്ള നമ്മുടെ ആ ദേവതയെ നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. എന്തിനാ? ഈ കർമ്മം തടസ്സമില്ലാതെ നടക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനിയുണ്ട് പ്രാർത്ഥന. ആരത്? ഇവരുടെയൊക്കെ ശ്ലോകങ്ങൾ അറിയെങ്കിൽ നിങ്ങൾക്ക് ശ്ലോകം ചൊല്ലില്ല കേട്ടോ. പിന്നെയുള്ളത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ. എന്താ? മഹാവിഷ്ണുവിൻ്റെ പാദങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പറയാറ്. വിഷ്ണു പാദത്തിലേക്ക് ലയിക്കുക എന്നാണ് പറയാറ്. മോക്ഷത്തിൻ്റെ നാഥനാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രാർത്ഥന നടത്തിയിട്ട് ഈ പറയുന്ന പിതൃക്കളെ എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാ സർവ്വപാപങ്ങളും തീർന്ന് അവർക്ക് നല്ലൊരു പുനർജന്മം കിട്ടാൻ ഇടവരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിഷ്ണുവിനെ നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കും. ഏറ്റവും അവസാനമായിട്ട് ഒരാളെ, അതാരാ? പിതൃലോകത്തിൻ്റെ അധിപനായിട്ടുള്ള യമധർമ്മനെയും കൂടി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥന എന്നറിയോ? നമ്മൾ ചെയ്യുന്ന ബലികർമ്മം അത് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നതിനായി എല്ലാ പിതൃക്കളും ഇവിടെ ഉണ്ടാകണേ, അതിനായിട്ട് അങ്ങ് അനുഗ്രഹിക്കണേ, അനുവാദം തരണേ എന്നുള്ള ഒരു പ്രാർത്ഥന. ആരോട്? യമധർമ്മനോട്. പിതൃക്കളുടെ നാഥനായിട്ടുള്ള യമനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ പിതൃക്കളെയാണ്. ഇവിടെ പലർക്കും പിതൃക്കൾ എന്ന് പറയുമ്പോൾ പല കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. ആരാണ് പിതൃക്കൾ എന്നുള്ളത്? പിതൃക്കളെ കൃത്യമായി പ്രാർത്ഥിക്കണം. എന്നിട്ടാണല്ലോ നമുക്ക് അവരെ ആവാഹിക്കേണ്ടത്. അപ്പോൾ പിതൃക്കൾ ആരാണെന്ന് നമുക്കൊരു ധാരണ വേണ്ടേ? ഒന്ന് കേട്ടോളൂ. അമ്മ മരിച്ചു പോയതാണെങ്കിൽ അമ്മയെ ആദ്യം നമ്മൾ അമ്മയെ പ്രാർത്ഥിച്ചു. അച്ഛൻ മരിച്ചതാണെങ്കിൽ അച്ഛനെ. എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അമ്മയെ പ്രാർത്ഥിക്കേണ്ട, അമ്മയെ ധ്യാനിക്കേണ്ട. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛനെ ധ്യാനിക്കേണ്ട. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവർ രണ്ടാളെ നമ്മൾ ഇതാക്കണമെന്നില്ല. മറിച്ച് നമ്മൾ എന്ത് വേണം? അച്ഛന് ആരുണ്ട്? അച്ഛനും അമ്മയുണ്ടല്ലോ, അവരെ നമ്മൾ പ്രാർത്ഥിക്കാം. അച്ഛനും അമ്മയും നമ്മൾ പ്രാർത്ഥിച്ചു എന്നുവെച്ചാൽ അച്ഛൻ്റെ അച്ഛനും അമ്മയും, അവർക്കും അച്ഛനും അമ്മയുണ്ട്, അവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും നമ്മൾ അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ അച്ഛൻ്റെ കുടുംബത്തിലുള്ള 7 തലമുറയിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പിതൃക്കൾ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കണം. എന്ന് വെച്ചാൽ ഏതെങ്കിലും പിതൃക്കൾക്ക് പുനർജന്മം കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ, മോക്ഷം കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഞാൻ ഇവിടത്തേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവരെ പ്രാർത്ഥിക്കാൻ. പിന്നെയോ അമ്മയുടെ കുടുംബത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ വേണ്ട. അമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേണ്ട, അമ്മയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വേണ്ട. അല്ല എങ്കിൽ അമ്മയുടെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയുമായിട്ട് 7 തലമുറയിൽപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലും ഇതേപോലെ പുനർജന്മം കിട്ടാതിരിക്കുകയോ മോക്ഷം കിട്ടാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാം, ഇവിടത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട്. പിന്നെയോ ഇത് രണ്ടും കൂടാതെ അമ്മാവന്മാരുണ്ടാവും, അച്ഛൻ്റെ അനുജന്മാർ ചേട്ടന്മാരുണ്ടാവും, അമ്മയുടെ സഹോദരിമാരുണ്ടാവും, ചേച്ചിമാരൊക്കെ ഉണ്ടാകും. ഇത് കൂടാതെ നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ ജനിച്ചിട്ട് ഏതെങ്കിലും അവസരത്തിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചു പോയതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഓർമ്മ വെച്ച കാലഘട്ടം അല്ലാത്ത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും മരിച്ചു പോയതാവാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെയും നമ്മളൊന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അച്ഛൻ്റെ സഹോദരന്മാർ, അങ്ങനെയുള്ള ആൾക്കാർ. ഇത് കൂടാതെ നമ്മുടെ വിശ്വാസപ്രകാരം അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചതാണെങ്കിൽ, അവർ മരിച്ചു പോയതാണെങ്കിൽ അവരെയും, അമ്മ 2ാമത് കല്യാണം കഴിച്ച് അവർ മരിച്ചു പോയതാണെങ്കിൽ അവരെയും നമ്മൾ പ്രാർത്ഥിക്കാം.
എന്ന് വെച്ചാൽ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ആരൊക്കെ ആയിട്ടാണോ ബന്ധപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെ ആയിട്ടാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ശരീരത്തിനും മനസ്സിനും ഗുണകരമായിട്ടോ ദോഷകരമായിട്ടോ പ്രവർത്തിച്ച ഏതൊക്കെ വ്യക്തികളുണ്ടോ അവരെ എല്ലാവരെയും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണിത്. നമുക്ക് ഇങ്ങോട്ട് ദ്രോഹം ചെയ്തവരെ പോലും നമ്മൾ ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി കർമ്മം ചെയ്യുക എന്നുള്ള ഏറ്റവും പുണ്യമാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കൂടാതെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരുണ്ടാവും, അതുകൂടാതെ തന്നെ നമ്മുടെ അയൽവാസികളായ ആൾക്കാരുണ്ടാവും, ഇത് കൂടാതെ തന്നെ നമ്മുടെ ബന്ധുക്കളായ ആൾക്കാരുണ്ടാകും. ഇതൊന്നും കൂടാതെ ഇതെല്ലാം നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്നായിട്ട് അയവിറക്കണം പറ്റുന്നിടത്തോളം. പിന്നെയോ നമ്മളായിട്ട് നമ്മുടെ വീട്ടിൽ വളർത്തിയിരുന്ന പട്ടി, പൂച്ച, മറ്റ് പക്ഷികൾ, അങ്ങനെ മൃഗജാലങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു കാലത്ത് നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു, നമ്മൾ പോറ്റി വളർത്തിയവരായിരുന്നു, നമ്മൾ ഭക്ഷണം കൊടുത്തവരായിരുന്നു, നമ്മളെ സ്നേഹിച്ചവരായിരുന്നു. അവരെ നമ്മൾ ഓർക്കാൻ, അവരെയും നമ്മൾ ഒന്നിനെയും വിട്ടുപോകരുത്. ഇനി നമ്മുടെ ശത്രുക്കളായ ആൾക്കാരുണ്ട്, ഏതെങ്കിലും തരത്തിൽ നമുക്ക് പാര വെച്ചതൊക്കെ അവരെയും നമ്മൾ ഓർക്കണം. മരിച്ചു പോയതായിരിക്കും. ഇനി എന്തിനേറെ പറയുന്നു, നമ്മൾക്ക് മുടിമുറിച്ച് തന്നിട്ടുള്ള അമ്പട്ടനായാൽ പോലും അവരെ പോലും നമ്മൾ ഓർക്കണം എന്നർത്ഥം. എല്ലാവരും നമ്മളായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഓർത്ത് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരും മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥന നടത്താൻ. അപ്പം ഇത്തരത്തിൽ വേണം നമ്മൾ പ്രാർത്ഥന നടത്താൻ. അപ്പോൾ നമ്മളിത് ചിന്തിക്കേണ്ടത്, പലരും ചിന്തിക്കും ഇതൊന്നും മന്ത്രമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ടെൻഷനും വേണ്ട. ഇത് തന്നെയാണ് മന്ത്രം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മന്ത്രം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട എന്നർത്ഥം. കിണ്ടിയിൽ ശുദ്ധമാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പവിത്രമാക്കി വെച്ചിട്ടുള്ള ജലം അവിടെയുണ്ടല്ലോ, തീർത്ഥജലം. ആ തീർത്ഥജലം എടുത്ത് നമ്മൾ എന്ത് വേണം, ആദ്യം നമ്മുടെ ശരീരത്തിലേക്ക് ഒന്ന് തളിക്കാൻ, നമ്മളൊന്ന് ശുദ്ധി. പിന്നെ ചുറ്റുമുള്ള നമ്മുടെ സാധന സാമഗ്രികളുണ്ട്, പല സാധനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ട്, അതിലേക്ക് ഒന്ന് തളിക്കുക. ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്ത് വേണം, ഈ സ്ഥലത്തേക്ക് പിതൃക്കൾ വരണം. ഈ പിതൃക്കൾ വരാനുള്ള ആവാഹനമാണ് ചെയ്യുന്നത്. ആ ആവാഹനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ പവിത്രം വേണം. പവിത്രം വേണം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം പവിത്രം ഒന്നും ഉണ്ടാവണമെന്നില്ല, കാരണം ദർഭേനെ കൊണ്ടല്ലേ പവിത്രമാക്കേണ്ടത്. അപ്പോൾ പവിത്രമില്ലെങ്കിൽ അത് സാരമില്ല, ഉണ്ടെങ്കിൽ അത് എടുക്കുക. അയ്യോ പവിത്രത്തിനുണ്ടെങ്കിൽ അതെങ്ങനെ മോതിരമാക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാം, അറിയുന്ന ആൾക്കാർ അത് ചെയ്യുക, ഉണ്ടെങ്കിൽ മാത്രം അത് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നന്നായിരിക്കും. എന്താണ് ഈ പവിത്രത്തിൻ്റെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു വലിയ അല്ലെങ്കിൽ 2 പവിത്രം എടുക്കാം. വെച്ചാൽ ഈ ദർഭ എടുക്കാം, 2 ദർഭ എടുക്കാം. ഈ 2 ദർഭ എടുത്തിട്ട് നമ്മളതങ്ങോട്ടും മുറിച്ചിട്ട് ഇവിടുന്ന് ഇത്രം വരെയുള്ള ഇവിടുന്ന് മുതൽ ഇത്രം വരെയുള്ള നീളത്തിൽ, അല്ലെങ്കിൽ ഈ 2 ഇതാക്കുന്നതിൽ ഒരു ചാൺ നീളത്തിൽ, ഇവിടുന്ന് ഇത്രം വരെയുള്ള ഒരു നീളത്തിൽ നമ്മളത് കട്ട് ചെയ്യുക. അപ്പോൾ 2 ഉള്ളത്. അതിനുശേഷം നമ്മളൊന്ന് പിരിക്കുക. പിരിച്ചതിന് ശേഷം ഒന്ന് മടക്കുക. മടക്കുമ്പം ഇങ്ങനെ വന്നല്ലോ, ആ മടക്കിയതിൻ്റെ ആ മടക്കുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗം ഈ മടക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടി പിരിച്ചിട്ട് ആ ഭാഗം ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു കെട്ട് കിട്ടുക. അപ്പോൾ പവിത്രമായി, പവിത്ര മോതിരമായി. ഇത് നമ്മുടെ മോതിര വിരലിന് ഇട്ടുകൊണ്ട് വേണം ചെയ്യാൻ. പവിത്രമില്ല എങ്കിൽ ടെൻഷൻ അടിക്കണ്ട. ആ മോതിരമില്ലെങ്കിൽ ദർഭയില്ലെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. അയ്യോ അതില്ലാത്തതുകൊണ്ട് കർമ്മം നടക്കില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട, അതിൻ്റെ ടെൻഷനേ വേണ്ട. അപ്പോൾ അതില്ലെങ്കിലും സാരില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ വിഷയമില്ല. നമ്മൾ കറുകയുണ്ടെങ്കിൽ കറുകി എടുക്കുക, കറുകയില്ലെങ്കിൽ വിഷമമില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളം കയറി ഇങ്ങനെ പിടിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെന്ത് വേണം, അല്പം പൂക്കളെടുക്കുക. ആ ചന്ദനത്തിൻ്റെ ഇത് കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ അല്പം എടുക്കുക. എന്നിട്ടോ അല്പം ഈ അരി എടുക്കുക, അല്പം എള്ളും എടുക്കുക. ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഈ കയ്യിലുള്ളതാണ് എന്ത്, പിതൃക്കൾക്ക് വന്നിരിക്കാനുള്ള വസ്തു. പിതൃലോകത്ത് നിന്ന് വന്ന് നമ്മുടെ ഉള്ളം കയ്യിലുള്ള ഈ പൂക്കളിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, അതിലേക്ക് വന്നിരിക്കാൻ വേണ്ടിയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ പിതൃക്കളെ നമ്മൾ ആവാഹിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ, പുഷ്പം വേണം, അരി വേണം. ഞാൻ നേരത്തെ അരി പറഞ്ഞു എന്നറിയില്ല. അരി വേണം, എള്ള് വേണം, ചന്ദനത്തിൻ്റെ വെള്ളം വേണം. കറുകയുണ്ടെങ്കിൽ കറുക എടുക്കുക, ഇല്ലെങ്കിൽ സാരല്ല. ഇനി ഇത് ഏതെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയോണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ മനസ്സറിഞ്ഞ് ഭക്തിയോടെ ചെയ്യുമ്പോഴാണ് അതിന് ഗുണം കിട്ടുക. അല്ലാതെ ഇതെല്ലാം ഉണ്ടായിട്ട് മനസ്സ് ശുദ്ധമല്ലെങ്കിൽ ഒരു കാര്യമില്ല.
അപ്പോൾ ഇതെടുത്തതിന് ശേഷം ഈ ഉള്ളം കൈയിലേക്ക് എല്ലാ സാധനം എടുത്ത് അരിപ്പം കിണ്ടിയിലെ തീർത്താക്കിയിട്ട് അതും കൂടി എടുത്തിട്ട് വേണം നമ്മളിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് തലമുകളിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുക. എന്താണ്? പിതൃലോകത്ത് നിന്നും എല്ലാ പിതൃക്കളും ഇതുവരെയായിട്ട് പുനർജന്മം കിട്ടാത്ത എത്ര പിതൃക്കളുണ്ടോ അവരെല്ലാവരും നമ്മൾ സമർപ്പിക്കുന്ന ഈ ബലി സ്വീകരിക്കുവാനായിട്ട് ഇവിടെ സാന്നിധ്യമുണ്ടാകുവാൻ, ഈ കൈകളിലേക്കുള്ള പുഷ്പത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മളിപ്പം ബലി സമർപ്പിക്കാൻ പോവാണ്. അപ്പോൾ ഈ ബലി സമർപ്പിക്കുന്നത് സ്വീകരിക്കാനായിട്ട് ഈ ഉള്ളം കയ്യിലുള്ള പുഷ്പത്തിലേക്ക് വന്ന് ഇരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ആ കയ്യിലുള്ള പുഷ്പം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഇലയുണ്ടാവും, ഇലയല്ലെങ്കിൽ ദർഭയുണ്ടാവും, അതല്ലെങ്കിൽ പ്ലേറ്റും എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ അങ്ങോട്ട് വെക്കുക. ഇപ്പോഴെന്തായി? ഇതാണ് നമ്മളെന്താണ് ആ പിതൃക്കൾ വന്ന് അവിടെ ഇരുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇപ്പോഴെന്തായി? ഈ പറയുന്ന പിതൃക്കൾ നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമസ്കാരം പറയും അല്ലേ? നമുക്ക് നമസ്കരിക്കണ്ടേ? നമസ്കരിക്കണം. എങ്ങനെയാണ് നമസ്കരിക്കുക? നമ്മൾ തൊഴണം. ദേവന്മാരെ തൊഴുന്നത് പോലെ പിതൃക്കളെ തൊഴാൻ പാടില്ല. രണ്ടും രണ്ടാണ്. അപ്പോൾ ദേവന്മാരെ തൊഴുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ പോയാലും പൂജാമുറിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അധ്യാപകന്മാരെ ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ തൊഴാറ്. എന്നാൽ ഈ പറയുന്ന പിതൃക്കളെ തൊഴേണ്ടത് അങ്ങനെയല്ല. നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കൈ താഴേക്കാക്കിയിട്ട് താഴെയാണല്ലോ, അപ്പോൾ താഴേക്ക് നോക്കി താഴെയാണല്ലോ നമ്മൾ പിണ്ടം വെച്ചിട്ടുള്ളത്, അവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് നോക്കി ആ പിണ്ടത്തിന് നേർക്കാണ് കൈ കൂപ്പേണ്ടത് എന്നർത്ഥം. അപ്പോൾ അത്തരത്തിൽ നമ്മളതിനെ തൊഴുതു. ഇനി എന്ത് വേണം? ഈ പറയുന്ന പിതൃക്കൾക്ക് നമ്മൾ ക്ഷണിച്ചു വരുത്തിയാണ് അവർക്ക് വെള്ളം കൊടുക്കണം. എങ്ങനെ വെള്ളം കൊടുക്കുന്നറിയോ? ആ കിണ്ടിയിലോ ഗ്ലാസ്സിലോ മറ്റെന്തിലോ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നമ്മുടെ വലത് കൈയുടെ ഉള്ളം കൈയിലേക്ക് എടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂക്കൾ ഇതെല്ലാം സമർപ്പിച്ചതില്ല, അതിൻ്റെ മുകളിലേക്കാണ് വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വലത് കൈയുടെ പിതൃതീർത്ഥം എന്ന് പറയുന്ന ഭാഗത്തുകൂടി വേണം വെള്ളം കൊടുക്കാൻ. പലർക്കും മനസ്സിലാവില്ല എന്താണ് പിതൃതീർത്ഥം എന്നുള്ളത്. ഇപ്പോൾ കണ്ടല്ലോ, വലത് കൈയാണ്. ഈ വലത് കൈയുടെ ഈ ചുണ്ടൻ വിരലും ഈ ചൂണ്ട് വിരലിനും ഇടയിലുള്ള ഈ സ്ഥലമാണ് പിതൃതീർത്ഥം എന്ന് പറയുന്നത്. ഈ ഭാഗം എന്ന് പറയുന്നത് ദേവതീർത്ഥമാണ്. ഈ ഭാഗം വരുന്നത് ചെറുവിരലിൻ്റെ താഴെ വരുന്ന ഭാഗം ദേവതീർത്ഥമാണ്. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ ഇതിലെ കൂടി കൊടുക്കുകയാണെങ്കിൽ ദേവന്മാർക്ക് കൊടുക്കാനും, അതേപോലെ തന്നെ ഇതിലെ കൂടി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിതൃക്കൾക്ക് കൊടുക്കാനുമാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ഉള്ളം കയറി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് കൊടുത്താൽ മതി എന്നർത്ഥം. ഇനി ഇങ്ങനെ കൊടുത്തോണ്ട് ദോഷമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ തൃപ്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ പൂക്കളും ഇതൊക്കെ നമ്മൾ സമർപ്പിച്ചു. അതിൽ പിതൃക്കൾ വന്നിരിക്കുന്നുണ്ട്. ആ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഉള്ളം കയ്യിൽ വെള്ളമെടുത്ത് ഈ പിതൃതീർത്ഥത്തിലൂടെ 3 തവണ നമ്മൾ വെള്ളം കൊടുക്കുക. പിതൃക്കളാണ് എന്നുള്ള സങ്കല്പത്തിൽ അവർക്ക് നമ്മൾ വെള്ളം കൊടുത്തു. 3 തവണയാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. അങ്ങനെ ഈ 3 തവണ നമ്മൾ വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെന്ത് വേണം? ആ ചന്ദനത്തിൻ്റെ വെള്ളമുണ്ടല്ലോ, ആ ചന്ദനത്തിൻ്റെ വെള്ളം ഇതേപോലെ നമ്മൾ എടുത്തിട്ട് 3 തവണ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി എന്ത് വേണം? പുഷ്പമുണ്ടല്ലോ തയ്യാറാക്കി വെച്ചിട്ട്, ആ പുഷ്പം എടുത്തിട്ട് ഭക്തിയോടുകൂടി ഭവ്യതയോട് കൂടിയിട്ട് ഈ പറയുന്ന പിതൃവിനെ സങ്കല്പിച്ച് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിൽ അർച്ചന ചെയ്യുക. അതും എത്ര വേണം? 3 തവണയാണ് വേണ്ടത്. ഇനിയാണ് നിവേദ്യം കൊടുക്കേണ്ടത്. വന്ന് ഇരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിരിക്കട്ടെ, വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ കൊണ്ടു വെച്ചാൽ അവർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവരാണ് അവരുടെ ഉപചാരങ്ങളൊക്കെ നടത്തി പിന്നീടാണ് അവർക്ക് പിന്നെ ഭക്ഷണം കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഉപചാര രീതിയിൽ അവരെ ഇരുത്തി അവർക്ക് തീർത്ഥം വെള്ളം കൊടുത്തു, അവർക്ക് നിവേദ്യം കൊടുത്തു, അവരെ സൽക്കരിച്ചു എന്നർത്ഥം. സൽക്കരിച്ച് അവിടെ ഇരുത്തി. ഇനി എന്താ വേണ്ടത്? അവർക്ക് നിവേദ്യം കൊടുക്കണം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കവ്യം എന്ന് പറയുന്ന സാധനം. അത് എള്ള് കൂട്ടിക്കുഴച്ചതാണല്ലോ. അതെടുത്ത് നല്ലതുപോലെ പ്രാർത്ഥിക്കുക പിതൃക്കൾക്ക്. എൻ്റെ ഈ ജന്മം സഫലമാക്കി തന്നത്, ഈ ജന്മത്തിൽ എനിക്ക് എല്ലാ തടസ്സങ്ങളും ഇല്ലാതെയാക്കി നേരായ വഴിക്ക് പോകുന്നതിന് വേണ്ടി, അതുപോലെ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിന് അങ്ങയിൽ നിന്നെല്ലാം ഈ പിതൃക്കളിൽ നിന്നെല്ലാം എനിക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ ശരീരത്തിലുമുണ്ട്. നിങ്ങളുടെ സ്വഭാവ ഗുണത്തിൻ്റെ മഹിമ എൻ്റെ സ്വഭാവത്തിലുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ട്. ഇനിയും അത് ഉണ്ടാകണം എന്നുള്ള ഇതോടുകൂടി നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഉരുട്ടിയിട്ടുള്ള കവ്യം എടുത്ത് ഈ നേരത്തെ നമ്മൾ വെച്ചിട്ടില്ലേ ഒരു നമ്മൾ പുഷ്പം, അതാണല്ലോ പിതൃക്കൾ, അതിന് നേരെ മുന്നിലേക്ക് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ സമർപ്പിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഉരുള എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നതിന് പകരം അവിടെ നമ്മൾ എന്ത് പിതൃക്കൾക്ക് കൊടുക്കുന്ന ഏതൊരു വസ്തു എന്ത് വേണം? നമ്മൾ പിതൃതീർത്ഥം വഴി
നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് ഉത്തമം എന്നർത്ഥം. എന്നിട്ടോ അതിനുശേഷം വീണ്ടും നമ്മളൊന്ന് പിതൃക്കളെ തൊഴേണ്ട വിധം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് ഇനി അത് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, നിവേദ്യം കൊടുത്തു കഴിഞ്ഞാൽ, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വെള്ളം കൊടുക്കണം. അപ്പോൾ എന്ത് വേണം, വീണ്ടും നമ്മൾ ഇതേപോലെ കിണ്ടിയിൽ വെള്ളമെടുത്ത് വലത് കയ്യിലെടുത്തിട്ട് ഈ തീർത്ഥത്തിൽ ഇതിലൂടെ നമ്മൾ വീണ്ടും 3 തവണ നമ്മൾ എന്ത് ചെയ്യും, വെള്ളം കൊടുക്കും. അത് കഴിഞ്ഞാൽ 3 തവണ എന്ത് ചെയ്യും, ചന്ദനത്തിൻ്റെ വെള്ളം കൊടുക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, 3 തവണ നമ്മൾ പുഷ്പമെടുത്ത് അർച്ചന ചെയ്യും. ഇത് കൊടുത്തതിന് ശേഷം, ഭക്ഷണം കൊടുത്തതിന് ശേഷം. എന്നിട്ടോ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ എള്ള് തിലം അത് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ നേരത്തെ കിണ്ടിയിലെ വെള്ളം നമ്മൾ അല്പം ഒഴിച്ചിട്ട് ഈ പിണ്ടത്തിൻ്റെ മുകളിലേക്ക് ഈ തീർത്ഥം വഴി തന്നെ നമ്മൾ വീണ്ടും കണ്ട് ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടുതലായാലും ദോഷമൊന്നുമില്ല കേട്ടോ. അതിന് ഈ ഉരുളയുടെ മുകളിലാണ് ചെയ്യേണ്ടത് കേട്ടോ. നേരത്തെ അപ്പോഴാണ് കൊടുത്തത്. ഇപ്പം ചെയ്തതെല്ലാം ഉരുളയുടെ മുകളിലാണ്, ഭക്ഷണമായിട്ട് കൊടുത്തതിൻ്റെ മുകളിലാണ് ഈ പറയുന്ന വെള്ളവും കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത്. അപ്പം അത് നമ്മൾ ചെയ്തു, പിണ്ടത്തിൽ അതിൽ കൊണ്ട് കൊടുത്തു. അങ്ങനെ ഈ പറയുന്ന ഈ എള്ളും നമ്മൾ എത്ര തവണ വേണം, 3 തവണ നമ്മൾ അവിടെ കൊടുക്കുന്നു. ഇനി എന്ത് വേണമെന്നറിയോ, ഈ പിതൃക്കൾ ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്, അവർ നിവേദ്യം കൊടുത്ത് അവരെ സന്തോഷപ്പെടുത്തി. ഇനി നമ്മൾ ഇതിനെ പ്രദക്ഷിണം വെക്കണം. പ്രദക്ഷിണം വെക്കുമ്പോൾ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെക്കും പോലെ വെക്കരുത്. ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രീകോവിലുണ്ടെങ്കിൽ നമ്മൾ ഇടത് കൈയുടെ ഭാഗത്തേക്ക് കൂടി ഇങ്ങനെ പ്രദക്ഷിണം വെക്കും, ക്ലോക്ക് തിരിയും പോലെ. ഇത് അങ്ങനെ ആവരുത്. ആൻറ്റി ക്ലോക്ക് ബേസിൽ നമ്മൾ വലത് കൈയുടെ ഭാഗത്തേക്ക് കൂടി വേണം പ്രദക്ഷിണം വെക്കാൻ, അപ്രദക്ഷിണമായിട്ട് പിതൃക്കൾക്ക് നേരെ തിരിച്ചാൽ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ പ്രദക്ഷിണം വെക്കണം എന്നർത്ഥം. അങ്ങനെ പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമസ്കരിക്കാം. നമസ്കരിക്കുമ്പോൾ തെക്കോട്ടാണുള്ളത്, തെക്കോട്ടാണ് നമസ്കരിക്കേണ്ടത്. പിതൃക്കളാണ്, എല്ലാ പിതൃക്കളും അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കാൽക്കലാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടി വേണം അവിടെ സാഷ്ടാംഗം നമസ്കരിക്കുക. ആര്? ഈ പറയുന്ന പുരുഷന്മാരെല്ലാവരും. സ്ത്രീകളാണെങ്കിലോ അവിടെ മുട്ടുകുത്തിയിട്ടുള്ള പഞ്ചാംഗ നമസ്കാരമാണ് ചെയ്യേണ്ടത്. ഇനി പ്രായമുള്ളവരാണ്, മുട്ടുമടങ്ങാത്തവരാണ്, അഥവാ നമസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കണമെങ്കിൽ 4 ആൾ പിടിക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയുള്ള ആളാണെങ്കിൽ എന്ത് വേണം, നിങ്ങൾ കഷ്ടപ്പെടാനൊന്നും നിൽക്കണ്ട, ചിലപ്പോൾ കിടന്നിടത്താവും. അതുകൊണ്ട് മെല്ലെ തൊട്ട് നമസ്കരിച്ചാൽ, തൊട്ട് തല നെറുകയിൽ വെക്കുക. അത് വീട്ടിലായാലും എവിടെയായാലും ഈ കാര്യത്തിൽ ചെയ്യുക. ഇത് നമ്മൾ അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കർമ്മത്തിൻ്റെ ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞു. ഇനി എന്ത് വേണം, വീണ്ടും അവിടെ ഒന്നിരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഒരു തവണ കൂടി പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്ന് അറിയോ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ചും കൊണ്ട്, ക്ഷണം സ്വീകരിച്ചും കൊണ്ട് ഈ ബലികർമ്മം സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയല്ലോ, ഞങ്ങൾ തരുന്ന നിവേദ്യം സ്വീകരിക്കാൻ ഇവിടെ എത്തിയല്ലോ, ഇത് സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ച് വീണ്ടും തിരിച്ച് ആ പിതൃലോകത്തേക്ക് തന്നെ പോയാലും എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതിനുശേഷം എന്ത് വേണമെന്ന് വെച്ചാൽ 2 കൈയിലുമായിട്ട് അല്പം എള്ളെടുക്കുക, അതിനുശേഷം അല്പം പുഷ്പമെടുക്കുക, അല്പം ആ ചന്ദനത്തിൻ്റെ ഇത് അതിൽ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചാൽ മതി. അത് ബാക്കിയുള്ളത് എന്താണോ അതെല്ലാം, ബാക്കിയുള്ള എള്ള്, പൂവ്, ചന്ദനം, അരി ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മളിങ്ങനെ പിടിക്കുക. എന്നിട്ടോ ഇത് എടുത്തതിന് ശേഷം നമ്മളിത് 3 തവണ ഇങ്ങനെ ഓങ്ങുക. ഇങ്ങനെ ഓങ്ങിയ ശേഷം 3ാമത്തെ തവണ നമ്മൾ മുകളിലേക്ക് ഇങ്ങോട്ട് ഇടുക. അത് നേരെ എവിടെ വന്ന് വീഴണം, ഈ പിണ്ടത്തിൻ്റെ മുകളിൽ വന്ന് വീഴണം. പിണ്ടത്തിൻ്റെ മുകളിൽ പിടിച്ചാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ പോയിട്ട് വീഴും. എന്നിട്ട് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ പിണ്ടം ഉണ്ടല്ലോ, അത് നമ്മൾ അവിടെ നിന്ന് എടുക്കണം. എങ്ങനെ എടുക്കും, അത് ഇലയിലാണ് ഉണ്ടാവുമെങ്കിൽ ഇലയിൽ, പ്ലേറ്റിലാണെങ്കിൽ പ്ലേറ്റിൽ, എന്തെങ്കിലും നമ്മൾ വെറും തറയിൽ എന്തായാലും നമ്മൾ ചെയ്യില്ല. ഇനി അല്ല നമ്മൾ ദർഭ മാത്രം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ചെയ്തതെങ്കിൽ അത് നമ്മളെല്ലാം വാരിയെടുത്ത് ഒരു പ്ലേറ്റിലോ എന്തെങ്കിലും ആക്കിയതിന് ശേഷം ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കണം. എവിടെ നിക്ഷേപിക്കണം, ഒന്നിക്കൽ കടലിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ പുഴയിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ തോട്ടിലോ കുളത്തിലോ എവിടെ വേണമെങ്കിൽ നിക്ഷേപിക്കാം. ഒഴുക്കുള്ള ജലമുണ്ടോ എവിടെ വേണമെങ്കിലും നിക്ഷേപിക്കാം. ഇതൊന്നുമില്ല, എന്ത് ചെയ്യും, ഇതൊന്നുമില്ല, ഞാൻ ഫ്ലാറ്റിലാണ് ഇട്ടിരിക്കുന്നത്, വീട്ടിലാണ്, വീടിൻ്റെ അടുത്ത് ഇതൊന്നുമില്ല, വേണ്ട. നിങ്ങൾ ഒരു പാത്രത്തിൻ്റെ അകത്ത് ഈ കവ്യം മുഴുവൻ തന്നെ എല്ലാം നല്ലപോലെ ഇളക്കി ഇതാക്കിയ ശേഷം ഇത് അങ്ങനെ തന്നെ വെള്ളത്തോട് കൂടിക്കൊണ്ട് പോയിട്ട് തെങ്ങിനോ മാവിനോ പ്ലാവിനോ ഏതെങ്കിലും മരത്തിന് വേണമെങ്കിൽ, നമുക്ക് ചെടിക്ക് വേണമെങ്കിലും ഇതാക്കാം. ഇനി അതുമല്ല, ഇതൊന്നുമില്ല, നമ്മൾ ഫ്ലാറ്റിൽ താമസിക്കുന്ന വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമേ ഉള്ളൂ, അവിടെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ചെടിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഈ കവ്യം എടുത്ത് അതിലിങ്ങനെ ഇതാക്കിയിട്ട് ആ ചെടിച്ചട്ടിൻ്റെ ഉള്ളിൽ ഇത് വളമായിട്ട് വരുന്ന വിധത്തിൽ ആ ചെടിച്ചട്ടിയിലെല്ലാം ഒഴിക്കാം എന്നർത്ഥം. അപ്പോൾ ഈ കർമ്മം നമുക്ക്
ഒരു കാരണവശാലും മുടക്കരുത്. ഇത് പിതൃക്കളൊക്കെ നമുക്ക് ഓർക്കാനുള്ള ഒരു വർഷത്തിൽ കിട്ടുന്നൊരു അവസരമാണ്. പലരും പറയും പിതൃക്കൾ നമ്മുടെ അരികിലേക്ക് എത്തുന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയാണ്. കാരണം പിതൃക്കളുടെ ഓർമ്മകൾ അയവറക്കുവാനുള്ള ഒരു ദിവസം. നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് കണ്ടിട്ട് വേണം നമ്മുടെ മക്കൾ ഈ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പിതൃക്കളെ മറന്നുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അതിനൊന്നും ഒരു തരത്തിലുള്ള തൃപ്തി ഉണ്ടാവില്ല, നമുക്കൊരു പൂർത്തീകരണം ഉണ്ടാകില്ല എന്നർത്ഥം. ചില ആൾക്കാർ ഈ പറയുന്ന കവ്യമായിട്ടുള്ള ഇതുണ്ടല്ലോ നിവേദ്യം, അത് കാക്കയ്ക്ക് കൊടുക്കും. കാക്ക കൊടുക്കാൻ നല്ലതാണ്. ഇനി കാക്കയല്ല കോഴി എന്നാലും വിഷയമില്ല, പക്ഷി മൃഗാദികൾക്കെല്ലാം കൊടുത്താലും വിഷയമില്ല. അതൊരിക്കലും വേസ്റ്റിൻ്റെ ഇട്ടിട്ട് കച്ചറയുള്ള സ്ഥലത്ത് നിക്ഷേപിക്കാൻ പാടില്ല എന്നർത്ഥം. ഒരു കാരണവശാലും അതിങ്ങനെ എച്ചിലായിട്ട് ഇതാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ചെടികൾക്കും മരത്തിനുമൊക്കെ തന്നെ ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് നമ്മൾ ഈ വർഷം എന്തായാലും ചെയ്യണം. ഇത്രയും കാലം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് സമയം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം 23-ാം തീയതി തുടങ്ങിയിട്ട് 24-ാം തീയതി രാത്രി വരെയുണ്ട്. അപ്പോൾ 24-ാം തീയതി ചെയ്യുന്നതാണ് ഉത്തമം. 24-ാം തീയതി സൂര്യോദയത്തിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. അല്ല 9 മണിക്ക് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം. 9 മണി കഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഏത് സമയത്തും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ചെയ്യാം, ഇഷ്ടമുള്ള സാധനം വെച്ച് ചെയ്യാം. കാരണം വളരെ ലളിതമായ വിധത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഈ പിതൃക്കളാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിത്തറ. പിതൃവും ഇല്ലെങ്കിൽ നമ്മളില്ല. അപ്പോൾ അവരെ ഓർക്കാനും അവർക്ക് വേണ്ടി ഒരു ദിവസം ചെലവഴിക്കാനുമായിട്ടുള്ള ഒരു ദിവസമാണ് എന്നർത്ഥം. അപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് നിലവിളക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം പറ്റുമെങ്കിൽ എന്ത് വേണം, ഈ കിണ്ടിയിലുള്ള വെള്ളം കൊണ്ട് തീർത്താക്കിയ അത് നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ശുദ്ധി വരുത്താം. അല്ല കുളിക്കുന്നതൊക്കെ കുളിക്കാം, കുളിച്ചാൽ ദോഷമൊന്നുമില്ല. കുളിച്ചിട്ടില്ലെങ്കിലും ദോഷമൊന്നുമില്ല. നമ്മൾ ഈ തീർത്ഥം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതിയാകും എന്നർത്ഥം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്, നിങ്ങൾക്ക് തൃപ്തിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോശമായി തോന്നുന്നുണ്ടോ, അതെന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതൊക്കെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.